കണ്ണൂർ സർവകലാശാല സെനറ്റിലേക്ക് സർവകലാശാല നൽകിയ പട്ടിക വെട്ടിയ ചാൻസലറുടെ നടപടി സംഘപരിവാർ പ്രവർത്തകരെ തിരികെ കയറ്റാനാണെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. RSS പ്രവർത്തകരെ വീണ്ടും നോമിനേറ്റ് ചെയ്യാനാണ് ചാൻസലറുടെ ശ്രമം. DCC ജനറൽ സെക്രട്ടറി ബിജു ഉമ്മൻ ചാൻസലറുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ആർഷോ പറഞ്ഞു. RSSന്റെ നോമിനികളെ ഏകപക്ഷീയമായി സർവകലാശാലയുടെ സെനറ്റിലേക്ക് നിയമിക്കുന്ന കാഴ്ചയാണ് കണ്ണൂർ സർവകലാശാലയിലും കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. മുൻ DCC ജനറൽ സെക്രട്ടറി ബിജു ഉമ്മർ ചാൻസലറുടെ പ്രതിനിധിയായി സർവകലാശാലയുടെ സെനറ്റിലേക്ക് എത്തുന്നു. ഇങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുമുള്ള സംഘപരിവാറിന്റെ ഏജന്റുമാരെ, സംഘപരിവാർ പ്രവർത്തകരെ സെനറ്റിലേക്ക് എത്തിക്കുകയും കഴിവുള്ള പ്രാപ്തിയുള്ള ആളുകളെ ഏകപക്ഷീയമായി അവഗണിക്കുകയും ചെയ്യുന്ന സ്ഥിതി മുൻപുണ്ടായിരുന്നതുപോലെ തന്നെ അപ്പക്കഷ്ണം എറിഞ്ഞുകൊടുത്തുകൊണ്ട് ചാൻസലർ കോൺഗ്രസിനെ ഓരത്തിരുത്തിക്കൊണ്ട് കേരളത്തിലെ സർവകലാശാലയുടെ ഭരണസമിതികൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘപരിവാറിന്റെ ശ്രമത്തിന്റെ നടത്തിപ്പുകാരനായി മാറിക്കൊണ്ടിരിക്കുന്ന അനുഭവം കണ്ണൂർ സർവകലാശാലയിലും കാണാൻ വേണ്ടി കഴിയുകയാണ്.